ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. RJ ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യണ്ണൻ നായകനായ ചിത്രമാണ് കറുപ്പ് സിനിമ ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പാണ് ഞാൻ കണ്ടത്. എനിക്ക് റിവ്യൂ ചെയ്യാൻ വയ്യാത്തത് കൊണ്ടും പിന്നെ എക്സാം ആയതുകൊണ്ടാണ് എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റാത്തത്. ഇന്നാണൊന്ന് ഫ്രീ ആയത്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഗംഭീര ഒരു പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. കേരളത്തിൽ മിക്സഡ് റെസ്പോൺസും വെച്ചുകൊണ്ട് നല്ലൊരു തൂക്കാണ് തൂക്കിയിരിക്കുന്നത്. ഒരു 13 വർഷമായി അദ്ദേഹത്തിൻ്റെ കംബാക്കിനുണ്ട്. റെട്രോലൂർ എന്ന് പറഞ്ഞാൽ കങ്കുവാലും ആ എല്ലാ ക്ഷീണം ഇതിലങ്ങ് തീർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളൊരു കംബാക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടിലമാണ് സിനിമ. ഇനി ഒന്നും കൂടെ വരാനുണ്ട്. ഇനിയാണ് അദ്ദേഹത്തിൻ്റെ ടൈം ഇപ്പം മാറി ഇപ്പം വരികയാണ്. ഈ ബോക്സ് ഓഫീസ് ഈ മിക്സഡ് റെസ്പോൺസും വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഈ തൂക്കണമെന്ന് നിസ്സാര കാര്യമൊന്നുമില്ല. സിനിമ ഗംഭീരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇന്ദ്രൻ സേട്ടൻ്റെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്. അതിൽ ചില സമയത്ത് സൂര്യയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, അതാണ് സത്യം. എനിക്ക് ഗൂഗിൾ പേ തിരിയാതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് കരയിപ്പിച്ച് കളഞ്ഞ ഒരു സീനാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ കയറി കൊളുത്തുമെന്നും അദ്ദേഹം നല്ല അഭിനയിക്കുമെന്ന് പറയാം, പക്ഷേ തമിഴിൽ ഇങ്ങനെ കയറി കൊളുത്തുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം കിട്ടില്ലൊരു ആക്ടറാണ്. ഇനിയും നല്ല ഉരസി അദ്ദേഹത്തിന് എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ലായിട്ട് ഇനിയും നല്ലൊരു വജ്രമായതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആളാണ് അദ്ദേഹം. കിട്ടിലാണോ അഭിനയത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ വേറെ ഞെട്ടിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ അനഘ രവിയുടെ അഭിനയം, ഇന്ദ്രൻ സേട്ടൻ്റെ മോളുടെ അഭിനയിക്കുന്നത് കിടില അഭിനയമായിരുന്നു. അച്ഛനും മോളും കോമ്പിനേഷൻ കിടിലായിരുന്നു. പിന്നെ പറയേണ്ട കാര്യം വെച്ചാൽ സൂര്യണ്ണൻ ആ പൊളി പെർഫോമൻസ് ഒരു രക്ഷയില്ല. സ്ക്രീൻ പ്രസൻസ് RJ ബാലാജി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വില്ലൻസും കിടിലാണ്. അദ്ദേഹം തന്നെയാണ് വില്ലനായിട്ട് ചെയ്തിട്ടുള്ളത്. എഴുതിയത് അദ്ദേഹം തന്നെയാണ് വില്ലനായിട്ട്. എല്ലാം കൂടെ കൊണ്ട് കിടില ഒരു പടം, ഒരു ഫെസ്റ്റിവൽ പടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പുറത്തിറങ്ങിയ മറ്റേ മുക്കൂത്തിയമ്മൻ കിട്ടിലൊരു സിനിമയാണ്. അതിനെക്കാട്ടി കിട്ടിലൊരു എടുത്ത് വെച്ചിരിക്കുന്നത്. സത്യം പറയല്ലോ, സൂര്യയുടെ പെർഫോമൻസും കിട്ടിലുമാണ് ഈ സിനിമയിൽ. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് സിനിമയുടെ ഹോളിവുഡ് സിനിമയുടെ കുറച്ച് കോപ്പി ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇൻ്റർമിഷനിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ. അതൊക്കെ വേറെ ലെവലാണ്. സൂര്യ അഴിഞ്ഞാടിയ പടമാണ് ഈ സത്യം പറഞ്ഞ സിനിമ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഗംഭീര പടം. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുമാത്രമല്ല, ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 140 കോടി രൂപയാണ്. സിനിമ ഇതുവരെയൊക്കെയായിട്ട് വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നാണ് 300 കോടി ക്രോസ് ചെയ്ത സിനിമ. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ നിന്ന് മാത്രം 13 കോടി 80 ലക്ഷം രൂപ കളക്ട് ചെയ്ത് ഒരു സൂര്യയുടെ ഹയസ്റ്റ് ക്രോസ് ഓവർ ചിത്രമാണ് കേരളത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഇതിനു മുമ്പേ ആ റെക്കോർഡ് ഉള്ളത് 24ൻ്റെ കയ്യിലായിരുന്നു. ആ റെക്കോർഡ് പൊട്ടിച്ചാണ് ഇപ്പോൾ കറുപ്പ് കേരള ബോക്സ് ഓഫീസ് നിൽക്കുന്നത്. അപ്പം കിടില സിനിമ. ഇതുവരെയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇനി ചെന്ന് കണ്ടു നോക്കുക. വിജയ് ഫാൻസ് നല്ല സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി. അപ്പം കിടിലം പടം, രക്ഷയില്ല, മസ്റ്റ് വാച്ചബിൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.